ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു എല്ലാവരും. അതെ, വേറൊന്നല്ല, നമ്മുടെ പ്രൊഡ്യൂസർ ഷാൻഡോയ്ക്ക് 21 തിരിച്ച് മസ്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ടൈറ്റിൽ ലോഞ്ചും പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരും അറിയിച്ചിട്ടും എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് താങ്ക് യു. എന്നെ ഈ സിനിമയിൽ 5 ദിവസം മുമ്പല്ല കേട്ടോ കാസ്റ്റ് ചെയ്തത്. എനിക്കിവിടെ 2018 അല്ലേ? 2018 എൻ്റെ അടുത്ത് അഭിലാഷ് വന്നൊരു സ്റ്റോറി പറയുന്നത്. ഈ സിനിമയുടെ സ്റ്റോറി അല്ല, വേറൊരു സിനിമയായിരുന്നു. ഇച്ചിരി കൂടി ബഡ്ജറ്റ് വൈസ് ഇച്ചിരി കൂടിയ സിനിമയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമായിരിക്കും, ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ 2018 ഒരു നല്ല ഉഗ്രൻ സ്ക്രീൻ പ്ലേ ആയിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് അഭിലാഷ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വേറൊരു സിനിമ ഇറങ്ങിയും ഏകദേശം ആ സിനിമയോട് സാമ്യമൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കപ്പോൾ ചെയ്യേണ്ട പിന്നീട് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ മാറിയതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോവിഡിൻ്റെ ടൈമിലാണ് എൻ്റെ അടുത്ത് ഡോസിൻ്റെ കഥ എന്ന് പറയുന്ന സ്ക്രീൻ പ്ലേ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. പക്ഷെ നമുക്കറിയാലോ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് എന്താ പറയുക ഫേസിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ കൂടി ഈ പറയുന്ന പോലെ ജിതേഷ് എൻ്റെ നമ്മുടെ അനിയനാണ്. അവനും ഇതുപോലെ എൻ്റെ അടുത്തൊരു സ്റ്റോറി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ ബഡ്ജറ്റ് കൂടിയത് 19 നൂറ്റാണ്ട് കഴിഞ്ഞ സമയത്താണ് ഇതൊക്കെ ഒന്ന് പറയുന്നത്. ഇതൊക്കെ ബഡ്ജറ്റ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുക പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് വന്ന് പ്രൊഡ്യൂസറിനെ അഭിലാഷിനെ കൈമാറുകയും അങ്ങനെയാണ് ഈ സിനിമ ഓണാവുന്നത്. ഒരുപാട് താങ്ക് യു ജിതേഷ്. അങ്ങനെ സിനിമയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. കാരണം ഞാൻ പരിചയപ്പെട്ടേക്കുന്ന ഒരുപാട് പേര് ഈ പറയുന്നത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ പേരും. കാരണം ഇപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും നമ്മൾ ആദ്യമേ മേളിലെത്തണം എന്നൊക്കെയുള്ള ചിന്തയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷെ എന്താ പറയുക, സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് കിട്ടി. ഇപ്പോൾ റോണിച്ചേട്ടൻ, സഞ്ജു, അനൂപ്, അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ട് കിട്ടി. ഇപ്പൊ സൗഹൃദമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത്. സിനിമയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള സൗഹൃദവും ഒരുപാട് പേരുണ്ട്. അപ്പോൾ താങ്ക് യു എവരി വൺ. ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് നിന്നതിന് ഒരുപാട് താങ്ക് യു. വിനയൻ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് എപ്പോൾ സ്റ്റേജിൽ കയറി എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഞാൻ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമയെ സ്നേഹിക്കുന്നത്, അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് സിനിമ ചെയ്യാനായിട്ട് ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്ന ആ രീതിയിലാണ്. അപ്പോൾ 19 നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ എൻ്റെ കരിയറിൽ തന്നെ സംഭവിച്ച ഏറ്റവും വലിയൊരു സിനിമയാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ പകർന്ന സിനിമയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും താങ്ക് യു സാർ എന്നെ ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തത്. ഞങ്ങളിപ്പോൾ വലിയൊരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യത്തിലാണ്. താങ്ക് യു സാർ, ഇന്നിവിടെ വന്ന് ഈ ഒരു വേദി ഇത്രത്തോളം മനോഹരമാക്കിയതിന് ഒരുപാട് താങ്ക് യു. പിന്നെ കലൈ 19 നൂറ്റാണ്ടിൽ എന്താ പറയുക, ഞാൻ എല്ലാം പെട്ടെന്ന് പഠിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവരൊരു സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം കലയാൻ ബാലാജി ഇടത്തും വലത്തും നിന്ന് എന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ഞാൻ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല, ഞാൻ എഫേർട്ട് ഇടാൻ തയ്യാറാണ്. പക്ഷെ ഈ ഫൈറ്റ് ചെയ്യുന്ന പരിപാടിക്ക് കുറച്ച് ചെറിയ ടെക്നിക്കുകളും ചെറിയ നാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. വെറുതെ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ ടെക്നിക്കാലിറ്റീസും ചെറിയ നാക്കുകളൊക്കെ ഇവരാണ് എനിക്ക് പകർന്നത്. അപ്പോൾ ആ ഒരു സിനിമ എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് കലൈ. പിന്നെ സുപ്രീം മാസ്റ്ററല്ല നിങ്ങളുടെ കലൈ, ഇപ്പോൾ ഗംഭീര മാസ്റ്ററായി വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ ജോയിനിങ് ഈ ഒരു സിനിമയുടെ ഭാഗമാകാനായിട്ട്. അപ്പോൾ എനിക്ക് സംശയമുണ്ട്, ഞാൻ അഭിലാഷത്ത് കലയെ ചെയ്യൂ, ഇങ്ങനെ നമ്മുടെ ഒരു സിനിമയിൽ കലയൊക്കെ ഒന്ന് ചെയ്യുമോ, കലയിപ്പോൾ മാർക്കൊക്കെ ചെയ്ത് വലിയ പടങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഒരുപാട് നന്ദി കേട്ടോ ഫോർ ജോയിനിങ്. എൻ്റെ ഗോപിച്ചാറ് നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹ്യൂജ് ഫാനാണ്. ഒരുപാട് എന്താ പറയുക പാട്ടുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച അതാണ്. അപ്പോൾ ഈ സിനിമയിലൂടെയും എന്താ പറയുക എൻ്റെ സിനിമയിലും ചേട്ടൻ്റെ പാട്ടുണ്ടായാലും ഒരുപാട് താങ്ക് യു.
പിന്നെ റോണി ബ്രോ, താങ്ക് യു. ഞങ്ങളിപ്പോൾ ഡിറ്റക്റ്റീവ് വെച്ചിട്ട് എന്താ പറയുക ചെയ്ത് കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പൊ തന്ത്രങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ചേട്ടൻ പഠിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും തന്ത്രങ്ങൾ അറിയില്ല. അപ്പോൾ എന്താ പറയുക, എന്ത് കാര്യവും ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ തന്ത്രമൊന്നുമില്ല, എൻ്റെ ആത്മാർത്ഥതയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ് എൻ്റെ തന്ത്രം, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും താങ്ക് യു ചേട്ടാ, പിന്നെ സഞ്ജു താങ്ക് യു. ഞങ്ങൾ 2014 ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്ന സിനിമ തൊട്ട് ഉള്ള സൗഹൃദമാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നു. ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, ഒരുപാട് പരിചയമുള്ള മുഖങ്ങളുണ്ട്. അശ്വിൻ ഹായ്, നമ്മൾ അടുത്ത സിനിമയിൽ വെച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ദൃശ്യ ഹാപ്പി വെഡിങ്ങിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണ്. 9 വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇവരെയൊക്കെ ചുമ്മാ പരിചയമുള്ളത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല സിനിമയിലേക്ക് സെലക്ട് ചെയ്തത്. പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് 5 ദിവസം മുമ്പേ സെലക്ട് ചെയ്തോളുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഉഗ്രൻ സിനിമയായിരിക്കും ഡോസ് എന്നുള്ളതിനാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ കൃഷ, താങ്ക് യു ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് മൂവി. റോന്തിൽ ഉഗ്രൻ പ്രകടനമായിരുന്നു. താങ്ക് യു, ഇതിലും ഉഗ്രൻ പ്രകടനമായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല പെർഫോമേഴ്സിനൊക്കെ വെച്ചിട്ടുള്ളൊരു ഉഗ്രൻ സിനിമയായിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ പറയാം. സാധാരണ എനിക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞ് ഇത്രയൊന്നും സംസാരിക്കാൻ പറ്റാറില്ല. പക്ഷെ ഇന്നെന്തോ സംസാരിക്കണമെന്ന് തോന്നി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ സ്റ്റേജിലേക്ക് കയറുന്നത്. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. ഒരു ശുഭസായം നേരുന്നു. അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ് താങ്ക് യു. നിങ്ങളാണ് ഈ സിനിമ ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടത്, തീർച്ചയായിട്ടും എത്തിക്കുക. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തേക്കുന്ന പുതുമുഖ സംവിധായകരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. ഞാൻ വിനയൻ സാറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ജീത്തുവിൻ്റെ കൂടെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചെയ്തേക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഇസ് വെരി ഡിഫറെൻറ്റ്. എന്താ പറയുക, ഭയങ്കര ജീവിതത്തിൽ ഒരു എന്താ പറയുക, ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഒരു സിനിമ പഠിക്കാനായിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലും പോയാൽ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് എനിക്ക് ഈ ഒരു കോൺഫിഡൻസിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആ സിനിമ തന്നെയാണ് ആ കോൺഫിഡൻസ്. ആ സിനിമയെ എല്ലാവരും നെഞ്ചിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയത്. താങ്ക് യു എവരി വൺ. അതുപോലെ തന്നെ അഭിലാഷ്, നമുക്ക് പൊളിക്കാം. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു. സാധാരണ എല്ലാവരും സിജി വിൽസൺ കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ആലോചിക്കും, സാറ്റലൈറ്റ് വാല്യൂ, മറ്റേ വാല്യൂ, OTT റൈറ്റ്സ്, മറ്റേത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇവർ സബ്ജക്റ്റ് കേട്ടിട്ട് സബ്ജക്റ്റ് നോക്കിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുത്തത്. ഒരുപാട് നന്ദി. അതുപോലെ തന്നെ അവരൊരു ഫസ്റ്റ് സിനിമാറ്റിക് പിക്ചേഴ്സിൻ്റെ ഒരു ലോഞ്ച് കൂടിയായിരുന്നു. കൺഗ്രാജുലേഷൻസ്. അതുപോലെ തന്നെ വണ്ടർ മൂഡ്സ് പ്രൊഡക്ഷൻ, അതുപോലെ മസ്കറ്റ് മൂവി മേക്കേഴ്സ്, വിൽസൺ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട്. എൻ്റെ പ്രൊഡക്ഷൻ ബാനറാണ്, ഞാനും ചെറിയൊരു ഭാഗമാണ്. ഞാനും ആ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണ്. അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ സിനിമ നെറ്റ്വർക്ക്, ഇവരെല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻസ്. പിന്നെന്താ പറയുക, സിനിമ ഏറ്റവും വൃത്തിയായി ഭംഗിയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. കാരണം ഇതിന് സപ്പോർട്ടീവായിട്ട് ഒരുപാട് ടെക്നിക്കൽ ടീംസ് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും. ഒരു ഉഗ്രൻ സിനിമയായിരിക്കും. കാരണം അഭിലാഷ് ത്രില്ലേഴ്സിൻ്റെ ആളാണ്. നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഡോസ് അല്ലാതെ ഡബിൾ ഡോസ് ആയിരിക്കും. താങ്ക് യു.